അല്ല, എന്തൊരു അഴിഞ്ഞാട്ടമായി തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്നത്. ചാലക്കമ്പളത്തിൽ പോലും ഇങ്ങനത്തെ രംഗങ്ങളുണ്ടാവില്ല. ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്തായി ആളുകളെ കോർപ്പറേഷനിൽ അവിടുത്തെ കൗൺസിൽ യോഗത്തിനിടയ്ക്ക് തമ്മിലടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുമാതിരി മാന്യതയുള്ള അടിയാണോ? അതല്ല. സ്ത്രീകളെ ആക്രമിക്കുക, അവരെ തല്ലുക, വസ്ത്രങ്ങൾ പിച്ചി ചീന്തുക. തലസ്ഥാന നഗരത്തിൻ്റെ, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുണ്ടെന്നുള്ള അഭിമാനിക്കുന്ന കേരളത്തിലെ അതിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരും ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരും താമസിക്കുന്ന നാട്. ആ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തുവിട്ട പ്രതിനിധികൾ അവരാണ് ഈ കോപ്രായം കാണിച്ചു കൂട്ടിയതെന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ ആളുകളുടെ മുഖത്ത് നോക്കും, ലോകത്തിൻ്റെ മുഖത്ത് നോക്കും? ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഒരു കൗൺസിലർ അയാൾ കാപ്പ കേസിൽ പ്രതിയായി, അയാളെ ജയിലിലടച്ചു. അയാളൊരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. പാർട്ടിയുടെ പ്രതിനിധി എങ്ങനെ ഗുണ്ടയായി, എങ്ങനെ കാപ്പ കേസിൽ പ്രതിയായെന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷെ പ്രതിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇവിടെ ആ കൗൺസിലറെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കൗൺസിലറെ സഭയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് കളിച്ചൊരു നാടകമാണ് ഈ ആക്രമണം മുഴുവൻ. അവിടെ നമുക്കറിയാം, ബി രാജേഷ് എന്ന് പറയുന്ന മേയർ, BJPയുടെ മേയറാണ്. അദ്ദേഹം വളരെ മാന്യനായ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണക്കൂട്ടിയിട്ടുള്ളത്. അദ്ദേഹം വളരെ പക്വതയുള്ളൊരു നേതാവാണ്. BJPയുടെ രാഷ്ട്രീയ നിലപാടുകളും തത്വശാസ്ത്രങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പക്വതയുടെയും, കോർപ്പറേഷൻ മേയർ ആയ ശേഷവും അദ്ദേഹം വളരെ ഒരു മാന്യമായ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ ആ പാർട്ടിയുടെ അംഗങ്ങളായ കൗൺസിലർമാർ എന്താണ് കാട്ടിക്കൂട്ടിയത്? കഴിഞ്ഞ ദിവസം CPM-ഉം BJP തമ്മിലുള്ള ആക്രമണം, ഏതാനും CPM പ്രവർത്തകർക്ക് പരിക്കേറ്റ് അവർ വനിതകൾ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ആശുപത്രിയിലാണ്. ഇന്നവർ കൗൺസിൽ മീറ്റിങ്ങിനെത്തിയത് വീൽ ചെയറിലും സ്ട്രെച്ചറിലും ഒക്കെ ആയിട്ടാണ്. അത് കഴിഞ്ഞാണ് അടുത്ത നാടകം കോൺഗ്രസ്സുകാരുമായിട്ട്. അവിടെ മേയർ അദ്ദേഹം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അദ്ദേഹം ഈ ബഹളം മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് അജണ്ട ഏകദേശം 700ഓളം അജണ്ട ഉണ്ടായിരുന്നാണ് പറയുന്നത്. അതായത് ഏകദേശം 12 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾക്ക് വേണ്ടി വന്ന അജണ്ടകളെല്ലാം കൂടെ ഒറ്റയടിക്ക് 5 മിനിറ്റ് കൊണ്ട് പാസ്സാക്കി അതേ ഇറങ്ങിപ്പോയി. പിന്നീട് അവിടെ നടന്നത് കോൺഗ്രസ് കൗൺസിലർമാർ ഇന്നത്തെ യോഗത്തിൽ അവർ പങ്കെടുത്തു എന്ന് തെളിയിക്കുന്ന ഹാജർ ബുക്ക് അവരിൽ ഒപ്പിടാൻ ശ്രമിച്ചു. അതിന് ഹാജർ ബുക്ക് എടുത്ത് ഒപ്പിടാൻ ശ്രമിക്കുന്ന സമയത്താണ് അവരുടെ നേരെ ആക്രമണം ഉണ്ടായതും ഹാജർ ബുക്ക് വലിച്ചെടുത്ത് കീറി ആകെ അത് നശിപ്പിച്ചാകെ നാശമാക്കിയെന്നും പറയുന്നത്. എന്തിനു വേണ്ടി? അവിടെ ഒരു മീറ്റിംഗ് നടന്നതായിട്ടല്ലേ ഹാജർ വയ്ക്കുന്നത് തടയാൻ വേണ്ടി ശ്രമിച്ചു. എന്തായിരുന്നു ഉദ്ദേശം? അതിന് തെളിയേണ്ട കാര്യമാണ്. അതുവഴി ഈ കൗൺസിലിന് അല്ലെങ്കിൽ BJPയുടെ ഭരണം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അതുവഴി ഈ ആരോപിക്കപ്പെടുന്ന കൗൺസിലർ അദ്ദേഹത്തിൻ്റെ അംഗത്വം ആക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. എന്തായിരുന്നുള്ളത് ഇനി തെളിയാൻ പോകുന്ന കാര്യമാണ്. പക്ഷേ എന്തായാലും ഈ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയ അവിടെ ഈ അഴിഞ്ഞാട്ടം നടത്തിയ കൗൺസിലർമാരെ അവർക്കൊരു നടപടി വേണം, മാതൃകാപരമായ നടപടി വേണം. ഇനിയും കേരളത്തിൽ ഒരിടത്തും, ഇതുവരെ കേരളത്തിൽ ഒരു കോർപ്പറേഷൻ കൗൺസിലിലും, ഓഫ് കോഴ്സ് ഇവിടുത്തെ സംസ്ഥാന നിയമസഭയിൽ ഒരിക്കലും അതുണ്ടായി. 12 വർഷം മുമ്പ് സംഭവിച്ചതിൻ്റെ നാണക്കേട് ഇപ്പോഴും തീർന്നിട്ടില്ല. അതിൻ്റെ നാണക്കേട് ഇപ്പോഴും CPM പോലൊരു പാർട്ടി പേറിക്കൊണ്ടിരിക്കുകയാണ്. അവരെത്ര കഴുകിക്കളഞ്ഞാലും മായാത്ത തരത്തിൽ ആ കറുത്ത പാട് CPM-ൻ്റെ മുഖത്തുണ്ട്. പക്ഷേ BJP ഭരണത്തിൽ വന്ന ഉടനെ അവരിങ്ങോട്ട് ഭരണത്തിൽ കയറിയുള്ള അവരാദ്യമായിട്ട് തലസ്ഥാനത്തെ കോർപ്പറേഷൻ പിടിച്ചടക്കിയതാണ്. എത്ര അഭിമാനകരമായ വിജയമാണ് അവർക്ക്. അവർ മാതൃകാപരമായിട്ട് പ്രവർത്തിച്ച് അവർക്ക് കേരളത്തിൽ സംസ്ഥാനം ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ളവരല്ലേ. അവരിങ്ങനെ പെരുമാറിയാൽ എങ്ങനെയാണ്? ഇവർ നാളെ കേരള നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അഴിഞ്ഞാടുമെന്നുള്ള ഒരു മെസ്സേജല്ലേ അവർ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇവരെ തിരഞ്ഞെടുത്ത തിരുവനന്തപുരത്തെ 50 വാർഡുകളിലെ കൗൺസിലർമാരെയാണ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടുത്തെ വോട്ടർമാരുടെ മുഖത്ത് കരുവാത്തിയേക്കുന്ന നടപടിയല്ലേ. അവർ തിരഞ്ഞെടുത്തത് ഇമാതിരി തമ്മിലടിക്കാൻ വേണ്ടിയാണോ അയച്ചത്? അവരുടെ പ്രശ്നങ്ങൾ ഈ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വന്ന് പറഞ്ഞ് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവരയച്ചത്. അവർ തല്ലുക, അടിക്കുക, വനിതകളെ തല്ലുക, ആക്രമിക്കുക. തിരുവനന്തപുരം നിയമസഭയിൽ, സംസ്ഥാന നിയമസഭയിൽ ഇന്ന് രാവിലെ ചർച്ച എന്തായിരുന്നു? അടിയന്തര പ്രമേയം, സ്ത്രീ സംരക്ഷണം, സ്ത്രീ സുരക്ഷിതത്വം. അതിൻ്റെ ചർച്ച ഇവിടെ കഴിഞ്ഞില്ല. അതിന് മുമ്പായിട്ടാണ് ഇവിടെ സ്ത്രീകൾക്കെതിരായിട്ട് ഈ ആക്രമണം ഉണ്ടായത്. ലജ്ജിക്കുക അല്ലാതെ കേരളം മുഴുവൻ ലജ്ജിക്കുകയാണ്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇങ്ങനത്തെ സ്ഥിതി ആവർത്തിക്കരുത്. ഇവിടുത്തെ CPM-ഉം BJP-യും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു കാര്യത്തിൽ തീരുമാനിക്കണം.
വനിതാ കൗൺസിലർമാരുടെ നേർക്ക്, വനിതാ MLA മാരുടെ നേർക്കെങ്കിലും നിങ്ങൾ കൈവയ്ക്കരുത്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ഇത് കൂടുതൽ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും.